ആഹാ, നല്ല തെളിഞ്ഞ പ്രഭാതം. സാർ, ചായ? ഇപ്പൊ വേണ്ട, കുറച്ചു നേരം പൂന്തോട്ടത്തിൽ ഇരിക്കാം. ഓ, കിടപ്പ് കണ്ടില്ലേ? തോട്ടത്തില് പുല്ല് വെട്ടാൻ കഴിഞ്ഞ ആഴ്ച പറഞ്ഞതാ. ഗർ ഗർ ഗർ. ഞാൻ തിരിഞ്ഞു നോക്കി, അതാ മുറ്റത്തൊരു കടുവ. ടമാർ ഫടർ. വലിയ വെടിയൊന്ന്, ചെറിയ വെടിയൊന്ന്, കടുവ ടീം. എഴുന്നേൽക്ക്. അയ്യോ, നീയായിരുന്നു. കിടന്ന് സ്വപ്നം കാണാതെ പുല്ല് വെട്ട്. സ്വപ്നം കണ്ടതല്ലടി, പ്രാക്ടീസ് ചെയ്തതാ. ശിക്കാരി സഹായിക്കണം. ഒരു പുലി ഇറങ്ങിയിട്ടുണ്ട്, എന്റെ ഓടിനെ പിടിച്ചു. ഇപ്പൊ ശരിയാക്കി തരാം. ആദ്യം പുല്ല്, എന്നിട്ട് മതി പുലി. ശരി, നിങ്ങളൊന്ന് ക്ഷമിക്കണേ. ഗതി കെട്ടാൽ പുലി പുല്ലും തിന്നും എന്നാ അതിനുള്ള പുല്ലാ വെട്ടുന്നത്. അല്ലെങ്കിൽ പുലിയൊക്കെ എനിക്ക് പുല്ലല്ലേ. പുലി! അയ്യോ, ഓടിക്കോ. നാശം, തോക്ക് ഒരുങ്ങി. കിട്ടി, പുലിയെ കിട്ടി. കയറെടുക്ക്. ഇനി കുഴപ്പമില്ല. എന്തു വലിയ പുലി, മൃഗശാലയിൽ ഏൽപ്പിക്കാം. ശിക്കാരി താങ്ക്സ്. ഇതൊക്കെ എന്ത്? വാചകം അടിക്കാതെ പുല്ല് വെട്ട് മനുഷ്യ. ഒരു ദിവസം ഉച്ചയ്ക്ക് ശേഷം. ശംഭു സോർ, ശംഭു സോർ. ആരോ വിളിക്കുന്നുണ്ടല്ലോ. ഓളെ തീന് കടുവ ഇറങ്ങിയിരിക്കുന്നു, ഒന്ന് വരണേ. ശരി, ഞാൻ എന്റെ തോക്ക് എടുക്കട്ടെ. ഒരു പ്രത്യേക അറിയിപ്പ്. കുപ്രസിദ്ധ കുറ്റവാളി കല്ലു സിംഗ് ജയിൽ ചാടി. കല്ലു സിംഗിനെ കുറിച്ച് എന്തെങ്കിലും വിവരം തരുന്നവർക്ക് പോലീസ് പാരിതോഷികം നൽകുന്നതാണ്. കടുവയെ പിടിക്കുന്നതിന് പാരിതോഷികം വേണ്ടതാ. വാ, പോകാം. വൈകാതെ. പെട്ടെന്ന് കിട്ടിയാൽ മതിയായിരുന്നു. അത്. അയ്യോ, അവനിവിടെ ഉണ്ട്. ഓടി കളഞ്ഞു പേടിത്തൊണ്ടന്മാർ. കടുവയുടെ ശബ്ദം ടേപ്പ് ചെയ്തത് കേൾപ്പിച്ചതാണെന്ന് മണ്ടന്മാർ അറിഞ്ഞില്ല. ഒരാൾ മാത്രം ഓടിയില്ലല്ലോ. എന്നെ പിടിക്കാൻ വന്നതാണോ? ഇയാളെയും പേടിപ്പിക്കാം. അമ്മേ, ദേ പോകുന്നു. അതേതാ വേറൊരു അലർച്ച. അയ്യോ, ഒറിജിനൽ കടുവയാണോ? അതോ അവൻ? അമ്മോ, അയ്യോ. മരത്തിൽ കയറി രക്ഷപ്പെടാം. ആവൂ, ഇനി പേടിക്കാനില്ല. താനെന്താ ഇവിടെ? താനെന്നെ പിടിക്കാൻ കയറിയതാ അല്ലേ? പക്ഷെ ഒന്നോർത്തോ, പാറച്ചട്ടിയിൽ നിന്ന് താൻ തീയിലേക്കാ ചാടിയത്. ചട്നിയോ? ഏത് ചട്നി? താൻ പോടോ, പേടിപ്പിക്കാതെ. അയ്യോ, കടുവ! വിടടോ, എന്റെ കഴുത്തേന്ന് വിടടോ, ദ്രോഹി. ഓമേ! അയ്യോ. ദും ദോം. വൈകാതെ. ശിക്കാരി ശംഭു കല്ലു സിംഗിനെ പിടിച്ചു. സമ്മാനമായി 10,000 രൂപ കിട്ടും. ശിക്കാരി സാർ കടുവയും പിടിച്ചല്ലോ. ഇതൊക്കെ എന്ത്?